വംശീവിഭൂഷിതകരാൽ നവനീരദാഭാൽ പീതാംബരാൽ അരുണബിംബപരാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാപരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ദ്വാവിംശോധ്യായ 22-ാമത്തെ അധ്യായം. ശ്രീശുകോവാച ഹേമന്തേ പ്രഥമേ മാസി നന്ദം വ്രജകുമാരിക ചേരുർഹവിഷ്യം ഭുഞ്ജാന കാത്യായന്യർച്ചനം വ്രതം. ശ്രീ ശിവബ്രഹ്മർഷി കഥ തുടരുകയാണ്. ശരൽക്കാലത്തിന് ശേഷം വരുന്ന ഋതുവാണ് ഹേമന്തം. ആ മാർഗശീർഷ മാസവും പൗഷ മാസവും രണ്ടും കൂടി ചേർന്നുള്ള സമയമാണ് നല്ല നമ്മുടെ വൃശ്ചികം ധനു അതിന് നല്ല തണുപ്പ് കാലം. ആ സമയത്ത് നന്ദവ്രജകുമാരിക, നന്ദവ്രജത്തിലെ കുമാരിമാരെല്ലാവരും കൂടിയിട്ട് ആ ഒന്നാമത്തെ മാസം, ഹേമന്തത്തിൽ 2 മാസമാണ് ഒരു ഋതു. ആദ്യത്തെ മാസത്തിൽ തന്നെ അവിഷ്യം ഭുഞ്ജാന, ആ പൂജിച്ചിട്ടുള്ള നേദ്യം മാത്രം ഭക്ഷിച്ചുകൊണ്ട് കാത്യായന്യർച്ചനം വ്രതം, കാത്യായിനി പൂജ എന്നുള്ള വ്രതത്തെ ആചരിച്ചു. കാത്യായിനി എന്നത് സാക്ഷാൽ ജഗദമ്പിയുടെ ഒരു പേരാണ്. ആ കുമാരികൾ എന്ന് പറയുക ഒരു അവിവാഹിതകളാണ് കൂടി വരുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ്? ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കണം എന്നാണ്. ആ ദാമ്പത്യ സുഖത്തിന് വേണ്ടി ഉമാദേവി ആരാധിക്കുന്നുള്ളത് ശ്രീ സുഖബ്രഹ്മർഷി ആ ദ്വിതീയ സ്കന്ധ ദാമ്പത്യാർത്ഥ ഉംസതി ദ്വിതീയ സ്കന്ധത്തിൽ പറഞ്ഞില്ലേ. അതുമാതിരി അതിനെ സ്മരിച്ചുകൊണ്ടാണ് ഇവിടെ ചെയ്യണത്. ആപ്ലുത്യംബസി കാളിന്ത്യ ജലാന്തേ ചോദിരേരുണേ കൃത്വാ പ്രതികൃതിം ദേവീം ആനർച്ചുർനൃപസൈകതിം ഗന്ധൈർമാല്യൈസുരഭിഭി ബലിഭി ധൂപദീപകൈ ഉച്ചാവജൈശ്ചോപഹാരൈ പ്രവാളഫല തണ്ടുലൈ. അഭിഷിത്തെ അവരുടെ പൂജാവിധികൾ എങ്ങനെയായിരുന്നു? രാവിലെ നേരത്തെ അരുണേ ഉദിരേ, അതായത് അരുണോദയത്തിന് സൂര്യൻ ഉദിക്കുമ്പോൾ ആ ചുവപ്പ് കിഴക്ക് ചുവന്ന നിറം വരിക എന്ന് പറയുക. അരുണൻ ഉദിക്കുന്ന സമയത്ത് തന്നെ, സൂര്യൻ ഉദിക്കുന്ന മുമ്പായിട്ട് അരുണോദയ സമയത്ത് തന്നെ കാളിന്തി ജനത്തിൽ അങ്ങോട്ട് പോയിട്ട് മുങ്ങിക്കുളിക്കും. ശുദ്ധ ആ നല്ല തണുപ്പുള്ള സമയത്ത് മുങ്ങിക്കുളിച്ച് ജലത്തിൻ്റെ തീരപ്രദേശം മണൽത്തീരത്ത് സൈകതിയും പ്രതികൃതിയും പ്രതികൃത്വ ആ മണൽ കൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കിയിട്ട് സുരഭിഭി ഗന്ധൈ മാല്യൈ ബലിഭി ധൂപദീപകൈ ഉച്ചാവജൈ ഉപഹാരൈ. എങ്ങനെയാണ്? സുരഭിഭി നല്ല സുഗന്ധദ്രവ്യങ്ങളുണ്ട്, ചന്ദനം തുടങ്ങിയുള്ളതൊക്കെ, പിന്നെ പൂമാലകൾ, അതുമായി നല്ല പലതരത്തിലെ ബലികൾ, ധൂപദീപങ്ങൾ, പല പ്രകാരത്തിലുള്ള നൈവേദ്യങ്ങൾ, ഇതൊക്കെ കൊണ്ട് പ്രവാല ഫല തണ്ടുലയിച്ച നല്ല ഇളം തളിരുകൾ, പഴങ്ങൾ, അക്ഷതങ്ങൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ദേവിയും ആനർച്ചു, ദേവിക്ക് അർപ്പിച്ചുകൊണ്ടാണ് പൂജ. എന്നിട്ട് അവരുടെ മന്ത്രം എന്താണ്? കാത്യായനി മഹാമായേ മഹായോഗിന്യതീശ്വരി നന്ദഗോപസുതം ദേവി മേ കുരുതേ നമഃ. ഇതി മന്ത്രം ജപന്യസ്ത പൂജാം ചക്രു കുമാരിക. ഇതി മന്ത്രം ജപന്യസ്ത, ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ാണ് താ കുമാരിക പൂജാൻ ചക്രു. ആ കുമാരിമാരെല്ലാവരും ഇത്തരം പൂജ ചെയ്യാൻ തുടങ്ങി എന്ന് പറയുകയാണ്. എന്താണ് മന്ത്രം? കാത്യായനി, അല്ലയോ കാത്യായനി എന്ന് പേരുള്ളവളും മഹാമായാസ്വരൂപിണിയും മഹായോഗിനിയും, അതായത് യോഗങ്ങൾക്ക് അതീശ്വരിയുമായിട്ടുള്ള ലോകങ്ങൾക്കെല്ലാം അതീശ്വരിയുമായിട്ടുള്ള ദേവി ഭഗവതി നന്ദഗോപന്റെ പുത്രനെ ഞങ്ങളുടെ ഭർത്താവാക്കേനമേ മേ പതിം കുരു. അങ്ങ് ഭഗവതിക്ക് നമസ്കാരം. ഇതാണ് അവരുടെ സ്തുതി. ഏവം മാസം വ്രതം ചേരു കുമാര്യ കൃഷ്ണചേതസ ഭദ്രകാളിം സമാനർച്ചു ഭൂയാത് നന്ദസുതപതി. ഈ കുമാര്യ കൃഷ്ണചേതസ
ഏവം അവരെങ്ങനെയാണെന്ന് വെച്ചാൽ ഭഗവാനെ തന്നെ മനസ്സിലങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇപ്രകാരം ഒരു മാസക്കാലം മാസം വ്രതം ചെയ്തു, വ്രതം ആചരിച്ചു എന്നാണ് കേട്ടോ. എന്താണ് അവരുടെ പറഞ്ഞില്ലേ, നന്ദപുത്രൻ പതി തങ്ങളുടെ ഭർത്താവായി തീരണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അവർ മംഗളകാരിണിയായിട്ട് ദേവിയെ വിധിപ്രകാരം ഇങ്ങനെ അർച്ചിച്ചുകൊണ്ടുള്ള പൂജ നടത്തിയത്. ഉഷസ്യുത്ഥായ ഗോത്രൈശ്വൈർ അന്യോന്യാബദ്ധബാഹവ കൃഷ്ണമുച്ചൈർജഗുര്യാന്ത്യ കാളിന്ത്യാം സ്നാതുമന്വഹം. അവരെങ്ങനെയാണ് ഈ പൂജയ്ക്ക് പോകുമ്പോൾ അന്വഹം നിത്യേന ഉഷസി ഉത്ഥായ എന്നുള്ള നേരത്തെ എഴുന്നേറ്റിട്ട് സ്വൈ ഗോത്രൈ അന്യോന്യാബദ്ധ ഭാഗവ തങ്ങളുടെ സ്വന്തക്കാരായിട്ടുള്ള മറ്റ് ഗോപകന്യകമാരോട് കൂടി ആ പരസ്പരം കൈകോർത്ത് പിടിച്ചുകൊണ്ട് കാളിന്ത്യാം യമുനയിൽ അങ്ങനെ കുളിക്കുവാൻ ജാന്ത്യ പോയിക്കൊണ്ടിരിക്കെ അവർ പോണ സമയത്ത് എങ്ങനെയാണ് കൃഷ്ണം ഉച്ചൈ ജഗു ആ ഭഗവാന്റെ സ്തുതികളായിട്ടുള്ള ലീലകളെ ചെയ്തിട്ടുള്ള കീർത്തനങ്ങളുണ്ടല്ലോ അതെല്ലാം അങ്ങനെ ഉറപ്പുറക്കെ പാടിക്കൊണ്ടാണ് അവരങ്ങനെ പോവുക. നദ്യാം കഥാതിൽ ആഗത്യ തീരെ നിക്ഷിപ്യ പൂർവവൽ വാസാംസി കൃഷ്ണം ഗായന്ത്യോ വിജഹ്രു സലിലേ മുദാ. അങ്ങനെ ഒരു ദിവസം കഥാതിൽ നദ്യാമാകത്യ അവർ നദീതീരത്ത് വന്നിട്ട് പൂർവവൽ മുമ്പ് ചെയ്തിരുന്ന അതേമാതിരി തന്നെ വാസാംസി തീരെ നിക്ഷിപ്യ ഉടുവസ്ത്രങ്ങളെ മുഴുവൻ കരയിൽ അഴിച്ചു വെച്ചിട്ട് മുതാ കൃഷ്ണം ഗായന്ത്യ സന്തോഷത്തോടു കൂടി കൃഷ്ണനെ കുറിച്ച് അങ്ങനെ പാട്ട് പാടിക്കൊണ്ട് സലിലേ വിജഹ്രു ജലക്രീഡ ആരംഭിച്ചു. ഭഗവം തദഭിപ്രേത്യ കൃഷ്ണോ യോഗേശ്വരേശ്വര മയസ്യേരാവൃതസ്തത്ര ഗത തൽക്കർമ്മസിദ്ധയേ. യോഗേശ്വരേശ്വര യോഗേശ്വരന്മാർക്കും ഈശ്വരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണൻ തൽ അഭിപ്രേത്യ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വയസ്സേയ ആവൃത തൻ്റെ ചങ്ങാതിമാരാൽ ചുറ്റപ്പെട്ടവനായിട്ട് തത് കർമ്മസിദ്ധയെ അവരുടെ ആ കർമ്മത്തിന് ഫലപ്രാപ്തി വരുത്തുവാനായി തത്ര ഗത അവിടേക്ക് പോവുകയുണ്ടായി. താസാം വാസംസ്യുവാദായ നീപമാരുഹ്യ സത്വര അസദ്ധി പ്രകസൻ ബാലൈ പരിഹാസമുവാച. ഭഗവാൻ എന്ത് ചെയ്തു? താസാം വാസാംസി ഉപാദായ അവരുടെ വസ്ത്രങ്ങളെല്ലാം അങ്ങനെ കരയ്ക്ക് അയച്ചു വെച്ചുള്ള വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ച് സത്വര പെട്ടെന്ന് നീപം ആരുഹ്യ ഒരു കടമ്പ വൃക്ഷത്തിൽ അങ്ങോട്ട് കയറിയിട്ട് ഹസദ്ബി ഇത് കണ്ട് ചിരിക്കുന്ന ബാലന്മാരോടൊപ്പം പ്രഹസൻ താനും പൊട്ടിച്ചിരിച്ചുകൊണ്ട് പരിഹാസം ഉവാചക അങ്ങനെ പരിഹാസ വാക്കുകൾ അങ്ങനെ പറയാൻ തുടങ്ങി. അത്ഭുതം എന്ന് പറയുകയാണ്. അത്ര ആഗത്യ അബലാകാമം സ്വം സ്വം വാസപ്രഗൃഹ്യതം സത്യം പ്രവാണിനോ നർമ്മ യൂയം വ്രതകരിശിത. ഹേ അബല, അല്ലയോ അല്പമാത്ര, അതായത് വളരെ ക്ഷീണിച്ച് വ്രതത്തില്ലേ അബലകളാണ് നിങ്ങളെല്ലാവരും, ബലം കുറവായിട്ടുള്ള ആൾക്കാരാണ് എന്ന് മാത്രമല്ല ഇപ്പം എങ്ങനെയാണ് യൂയം വ്രതകരിശിത, ഇപ്പം ഇങ്ങനെ വ്രതം കൊണ്ട് കൂടുതൽ ക്ഷീണിച്ചവരാണ്. അങ്ങനെയുള്ള നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ. അത്ര ആകത്തിയുടെ എൻ്റെ അടുത്ത് വന്നിട്ട് കാമം സ്വം സ്വം വാസ ഇഷ്ടം പോലെ അവരവരുടെ വസ്ത്രം മേടിച്ചു കൊണ്ടുപോയാലും പ്രഗൃഹ്യതാം. സത്യം പ്രവാണി, ഞാൻ നേരായി തന്നെയാണ് പറയണത്. നോ സർവ്വത് നേരം പോക്കൊന്നല്ല. യൽ യൂയം, കാരണം നിങ്ങൾ വ്രതത്തിൽ കഴിച്ചിതരല്ലേ, അതുകൊണ്ട് വേഗം വന്ന് വസ്ത്രം ധരിച്ചോളൂ വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ പറയണത് എന്ന്. നമയോദിതപൂർവം വാ അനൃതം തരിമേ വിദു ഏകൈകശപ്രതീച്ഛദ്വം സഹൈവോദ സുമധ്യമ. ഹേ സുമധ്യമ, അല്ലയോ സുന്ദരിമാരെ, മയാ അനൃതം ന ഉദിതപൂർവം വാ ന പൂർവം ഉദിതം വാ, അതായത് ഞാൻ പണ്ടും ഒരിക്കലും ഇങ്ങനെ നുണ പറഞ്ഞിട്ടില്ല എന്ന് പറയാണ്. തത് ഇമേ വിധു, അത് നിങ്ങൾക്കൊക്കെ അറിയണ കാര്യമല്ലേ. ഏകേശ, നിങ്ങൾ ഓരോരുത്തരായി വന്ന് വാങ്ങിക്കൊള്ളുവിൻ. പ്രതീച്ഛത്വം ഉദ, അല്ലെങ്കിൽ സഹേവ, അല്ല നിങ്ങൾക്ക് ഒന്നിച്ച് കൂട്ടായിട്ടും വന്നിട്ട് ഇത് വാങ്ങാം. തസ്യതൽ ക്ഷേളിതം ദൃഷ്ട്വാ ഗോപ്യ പ്രേമപരിപ്ലുതാ വ്രീഡിതാപ്രേക്ഷ്യന്യോന്യം ജാതഹാസാനീയൂ. ആ അദ്ദേഹത്തിൻ്റെ ആ ക്ഷേളിത പുച്ഛത്തോടുള്ള ആ വാക്കുകൾ നോട്ടം കണ്ടിട്ട് ക്ഷേളിതം ദൃഷ്ട്വാ പ്രേമനിമഗ്നകളായിട്ടുള്ള ഗോപികമാരെ വ്രീഡിത ലജ്ജിതകളായി തീർന്ന് അന്യോന്യം പ്രേക്ഷ്യ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് നോക്കിയിട്ട് ജാതഹാസ, അവർക്ക് ഉള്ളിൽ ഇങ്ങനെ ചിരിയും വരുന്നുണ്ട്. എന്നാൽ നിർയ്യുച്ച അവരാരും ജലത്തിൽ നിന്ന് കയറി ചെന്നില്ല.
ഏവം ബ്രുവതി ഗോവിന്ദേ നർമാണാക്ഷിപ്തചേതസ ആഖണ്ഡമഗ്നാസീതോദേ വേപമാനാസ്തമബ്രുവൻ. ഗോവിന്ദേ ഏവം ബ്രുവതി, ഭഗവാൻ ഇപ്രകാരം പറഞ്ഞുകൊണ്ടിരിക്കെ നർമ്മണ ആക്ഷിപ്തചേതസ, ആ ഭഗവാന്റെ പരിവാസ വാക്കുകളാൽ ആകൃഷ്ടചിത്തകളായിട്ടുള്ള അവര് ശീതോദേ ആകണ്ഡമഗ്ന, കഴുത്തോളം ആ തണുത്ത വെള്ളത്തിൽ അങ്ങനെ മുങ്ങിക്കിടന്നിട്ട് വിറയലോടെ വേപമാന തം അബ്രുവൻ, അദ്ദേഹത്തോടും അവർ വെള്ളത്തിൽ നിന്ന് പുറത്ത് വന്നില്ല, കണ്ണൻ തമാശയിൽ തങ്ങളെ കളിപ്പിക്കുക എന്നുള്ള ഭാവത്തിൽ പുറത്ത് വരാണ്ട് ആ തമാശയ്ക്ക് ഇഷ്ടമായിട്ടുള്ള രീതിയിൽ അവരങ്ങനെ പറയാൻ തുടങ്ങി. എന്താണ്? മനയംഭോ കൃതാസ്ത്വാം തു നന്ദഗോപസുതം പ്രിയം ജാനീമോംഗവ്രജശ്ലാഘ്യം ദേഹി വാസാംസി വേലിത. ഭോ അംഗ, അല്ലയോ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനെ, നന്ദഗോപസുതം ത്വാം തു, നീ നന്ദഗോപരുടെ പ്രിയപ്പെട്ട പുത്രനല്ലേ, ആ പ്രിയം ഏവർക്കും പ്രിയപ്പെട്ടവനായും, നീ നന്ദഗോപിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ് എന്ന് മാത്രമല്ല വ്രജശ്ലാഘ്യം, വ്രജത്തിലെല്ലാവരാലും മാന്യനായി കരുതപ്പെടുന്നവനുമാണ്. ജാനീവ, അത് ഞങ്ങൾക്കറിയാം. വാസാംസി ദേഹി, ഞങ്ങളുടെ വസ്ത്രങ്ങൾ തരൂ. വേപിദാസ്മ, ഞങ്ങളിതാ തണുത്ത് വിറക്കല്ലേ ഈ വെള്ളത്തില്. അനയം മാകൃത, ഇങ്ങനെ വേണ്ടാത്ത അന്യായ വികൃതികളൊന്നും കാട്ടെടുത്ത് കിട്ടുമോ എന്നാണ് അവർ പറയണത്. ശ്യാമസുന്ദര തേ ദാസ്യ കരവാമ തവോദിതം ദേഹി വാസാംസി ധർമ്മജ്ഞ രാജ്ഞി ബ്രുവാമഹേ. ഏ ശ്യാമസുന്ദര എന്നാ വിളിക്കണത് ഗോപികുമാര്. ആ സ്നേഹത്തോടുകൂടി വിളിക്കുകയാണ്. വളരെ പ്രിയപ്പെട്ടത്, വളരെ പ്രേമത്തോടുകൂടിയുള്ള വിളിയാണ് ശ്യാമസുന്ദര എന്നുള്ളത്. ഇനിയും വരും 2-3 ദിക്കിൽ ഈ വിളി വരും. സുന്ദര എന്ന് വിളിക്കും ആ കുബ്ജ ഭഗവാനെ വിളിക്കും. പിന്നെയോ രുക്മിണി ദേവി ഭഗവാനെ ആ കത്ത് കൊടുക്കുമ്പോൾ ഭുവനസുന്ദര എന്നാണ് വിളിക്കുക. ഭഗവാന്റെ ആ മനോഹാരിത അറിഞ്ഞുകൊണ്ടാണ്, ആ മനസ്സിനെ ഇതാക്കുന്നതാണ് സുന്ദരഭാവം. അത് ഓർത്തുകൊണ്ടാണ് അവർ പറയണത്. നോക്കൂ, ഞങ്ങൾ തേ ദാസ്യ, അവരിലെ ഭഗവാന്റെ ദാസിമാരല്ലേ ഞങ്ങൾ. തവ ഉദിതം, അങ്ങ് എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ തയ്യാറാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ ധർമ്മജ്ഞ, ധർമ്മം അറിയുന്നവനല്ലേ അങ്ങ്. അതുകൊണ്ട് എന്ത് തരൂ? എന്നാ വാസാംസി ദേഹി, ഞങ്ങളെ വസ്ത്രങ്ങളെ തരൂ. എന്ത് പറഞ്ഞാലും കേൾക്കാൻ. ഞങ്ങളെ ഈ നഗ്നകളായിട്ട് ഈ വെള്ളത്തിൽ ഇങ്ങനെ തണുപ്പിച്ചുകൊണ്ട് നിർത്താൻ പാടില്ല. എന്ത് പറഞ്ഞാലും കേൾക്കാൻ ഞങ്ങൾക്ക് ആദ്യം വസ്ത്രങ്ങൾ തരൂ. ധർമ്മജ്ഞനല്ലേ, അതായത് സ്ത്രീകളെ ഇങ്ങനെ നഗ്നായിട്ട് പുറത്തേക്ക് വരുത്താൻ പാടില്ല എന്നൊക്കെ അറിയുന്ന ആളല്ലേ എന്ന ഭാവത്തിലാണ് ചോദിക്കുന്നത്. അങ്ങ് ധർമ്മം അറിയുന്ന ആളല്ലേ? ഇനി അല്ല നോചേൽ, അപ്പൊ കുറച്ചൊരു ഭാവം വരികയാണ് കുട്ടിയെ, ചെറിയ കുട്ടിയുടെ വിരുദ്ധ. നോചേൽ രാജ്ഞേ ബ്രുവാമ, അല്ലാതെ നിനക്കുണ്ടല്ലോ ഇതാ ഞങ്ങളെ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തണമുണ്ട്. അവിടെ രാജ്ഞ എന്ന് പറഞ്ഞാൽ നന്ദഗോപുരോടെ ഇവരതല്ലേ, നന്ദഗോപുരോട് അവലാതിപ്പെടാൻ ഞങ്ങൾ നിർബന്ധിതരാകും എന്നുള്ള രീതിയിലാണ് പറയണത്. ശ്രീഭഗവാനുവാച ഭവത്യോ യദി മേ ദാസ്യോ മയോക്തം വാ കരിഷ്യത അത്രാഗത്യ സ്വവാസംസി പ്രതീച്ഛന്തു ശുചിസ്മിത. ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ദാസിമാരാണ്, ഞാൻ പറഞ്ഞതൊക്കെ എല്ലാം കേൾക്കുന്നല്ലേ നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ശുചിസ്മിത, നന്നായി പുഞ്ചിരിക്കുന്നവരെ, നിങ്ങളൊരു കാര്യം ചെയ്യൂ. എൻ്റെ ദാസിമാരാണെച്ചാൽ ഞാൻ പറഞ്ഞത് കേൾക്കൂ. അത്ര ആഗത്യ, നിങ്ങളുടെ എൻ്റെ അടുത്ത് വന്നിട്ട് സ്വവാസാംസി പ്രതീച്ഛന്തു, അവരവരുടെ ആ വസ്ത്രങ്ങൾ മേടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു. തതോ ജലാശയാൽ സർവ ദാരികാ ശീതവേവിത പാണിഭ്യം യോനിമാച്ചാദ്യ പ്രോക്തേരു ശീതകരിശീത. അവരും എല്ലാവരും തഥാ സർവേ ദാരിക, ആ കന്യകമാരെല്ലാം ശീതവേവിത, തണുത്തുകൊണ്ട് വിറച്ച ശരീരത്തോടു കൂടിയവരും ശീതകരിശി, ശൈത്യം കൊണ്ട് വല്ലാണ്ട് മനസ്സലിച്ചവരുമായിട്ട് പാണിഭ്യാം യോനിം ആച്ഛാദ്യ, 2 കൈ കൊണ്ട് ഗുഹ്യപ്രദേശത്തെ ഇങ്ങനെ മറച്ചു പിടിച്ചിട്ട് ജലാശയാൽ പ്രോത്തേരു, ആ നദിയിൽ നിന്ന് മെല്ലെ ഇങ്ങോട്ട് കരയ്ക്ക് കയറി. ഭഗവാൻ അഹരാവിക്യ ശുദ്ധഭാവപ്രസാദിത സ്കന്ധേ നിധായ വാസാംസി പ്രീത പ്രോവാച സസ്മിതം. ഭഗവാൻ പ്രസാദിത, ഭഗവാൻ അവരുടെ ആ നിഷ്കളങ്കായിട്ടുള്ള ആ ഭാവം കണ്ടപ്പോൾ ഭഗവാൻ വളരെയധികം പ്രസാദിച്ചിരിക്കുന്നു. എങ്കിലും പ്രീത, സന്തുഷ്ടനായിട്ട് ആഹതാ വീക്യ, അവരെ കണ്ടിട്ട് വീട്ടിൽ നോക്കിയിട്ട് പറഞ്ഞു, നോക്കൂ വാസാംസി സ്കന്ധേനിതായ, വസ്ത്രങ്ങളൊക്കെ തൻ്റെ തോളിലിട്ടിട്ടാണ് ഇപ്പോൾ എടുത്തിട്ട് സസ്മിതം പ്രോവാച, അവരോട് പറഞ്ഞു. എന്താണ്? യൂയം വിവസ്ത്രായതബോധൃതവ്രത വ്യാഗാഹതൈതൽ തതുദേവഹേളനം ബദ്ധ്വഞ്ജലിം മൂർധ്യപനുത്തയോംഘസ കൃത്വാ നമോധോ വസനം പ്രഗൃഹ്യതം.
ധൃതവ്രതായൂയം, നിങ്ങളെ വ്രതം ആചരിക്കുന്ന ആൾക്കാരാണ് ഇല്ലേ, എന്നാലോ വിവസ്ത്ര അപവ്യഗാഹത, പക്ഷെ നിങ്ങളൊരു തെറ്റ് ചെയ്തു. എന്താണ്? വസ്ത്രങ്ങളൊന്നും ഇല്ലാണ്ട് നഗ്നകളായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. യൽ ഏതൽ തത്വു എന്ന് ചെയ്തത് എന്തോ അത് ദേവഹേളനം, ദേവന്മാരെ അവഹേളിക്കലാണ്. ആ ജലത്തെ അംഹസ, ഈ പാപത്തിന് അവനുത്തയെ പരിഹാരമായി മൂർധ്നി, ശിരസിൽ അഞ്ജലിയും രണ്ട് കൈകളും കൂപ്പി വെച്ചുകൊണ്ട് അധ നമകൃത്വ, നിലത്ത് വീണ് നമസ്കാരം ചെയ്ത് പിന്നെ അതിനുശേഷം വസനം പ്രകൃഷ്യതാം, വസ്ത്രങ്ങളൊക്കെ സ്വീകരിച്ചോളൂ എന്ന് പറയുകയാണ്. എന്താണ് അവരുടെ ഈ ദേഹാഭിമാനം? ദേഹാഭിമാനം എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിലാണ് എന്നർത്ഥം. നമ്മൾ പ്രഥമസ്കന്ധത്തിൽ കേട്ടേണ്ടതായി ആ വ്യാസൻ വസ്ത്രങ്ങൾ എടുത്തു വരുന്ന സമയത്ത് ആ ദേവസ്ത്രീകളെല്ലാവരും തങ്ങളുടെ വസ്ത്രം എടുത്തു. ശ്രീ സുബ്രഹ്മർഷി നഗ്നനായിട്ട് ചെറുപ്പക്കാരായിട്ട് മുമ്പിൽ പോകുമ്പോൾ അവർക്ക് യാതൊരു പരിഭ്രമം ഉണ്ടായില്ല എന്നില്ലേ? അതെന്താണ്? വ്യാസഭഗവാന് ശരീരബോധം ഉണ്ടായിരുന്നു, ശരീരാഭിമാനം അതാ വസ്ത്രങ്ങളിലാണ്. അതാണ് അവരുടെ ആ ദേഹാഭിമാനം പരിപൂർണമായിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് അവരോട് ഈ അതില്ലേ ആ നഗ്നത എന്നുള്ളത് ആ ബോധം ഒരിക്കലും ഇല്ലാണ്ടാവും. ശരീരാഭിമാനം കൊണ്ടാണ് ഈ ബോധം ഉണ്ടാവുന്നത്. ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് അങ്ങനെ പറയണത്. അവരെ അനുഗ്രഹിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ ഈ ദേഹാഭിമാനം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഭഗവാൻ ഇങ്ങനെ ചെയ്യണത്. ഇതിൽ അശ്ലീലം എന്നുള്ളത് ഒട്ടുമില്ല എന്നുണ്ടെങ്കിൽ തോന്നിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അജ്ഞത കൊണ്ട് മാത്രമാണെന്ന് ചിന്തിക്കണം. എന്നിട്ടോ അപ്പോൾ പിന്നെ ഇന്ന് മാത്രമല്ല, ഈ വ്രതമില്ലാത്തവർ പോലും നഗ്നരായിട്ട് സ്നാനം ചെയ്തത്. കാരണം അമൃതം വാ ആപ ന വിവസന സ്നായാൽ എന്നൊക്കെ തൈത്തിരി ആരണ്യത്തിൽ. അതായത് അമൃതമാതിരിയാണ് ജലം എന്ന് പറഞ്ഞാൽ അതിൽ വസ്ത്രങ്ങളില്ലാണ്ട് ഇറങ്ങാൻ പാടില്ല എന്ന്. അത് വരുണദേവനെ തന്നെ അവഹേളിക്കുന്ന വരിയാണ്. പിന്നെ ജലത്തിൽ അഗ്നിയില്ല, അപ്പോൾ അഗ്നിദേവൻ, അപ്പോൾ ദേവന്മാരോടൊക്കെ ചെയ്യുന്ന അവഹേളനാണ് അങ്ങനെ നഗ്നമായിട്ട് ജലത്തിൽ കയറുക എന്നുള്ളത്. അവിടെ ജലത്തിൽ മൂത്രം ഇതെന്താണ് ഇതിൽ പല എന്താണ് പല തരത്തിൽ ജലത്തിൽ ചെയ്യാൻ പാടില്ല. അന്നമദ്യാദേകവാസ നഗ്ന സ്നാനമാചരേൻ ന മൂത്രം പതികുർവീത ന ഭസ്മനി ന ഗോവ്രജേ, ഇങ്ങനെയുള്ള പ്രവൃത്തികളൊന്നും ഒരിക്കലും, അതായത് മൂത്രം ഒഴിക്കുക, തുപ്പ്, അതൊന്നും ജലത്തിൽ ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് പറയാറ്. അതിൻ്റെ ആ തത്വങ്ങളാണ് ഭഗവാൻ ഇവിടെ അതായത് പറഞ്ഞു കൊടുത്തത്. വ്രതശുദ്ധി, വ്രതഛിദ്രം വരും ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ വ്രതാനുഷ്ഠാനം ചെയ്യുന്ന ആൾക്കാർ ഈ വിധി നിഷേധങ്ങൾ അനുസരിക്കാതിരുന്നു വെച്ചാൽ ഫലപ്രാപ്തി ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ദുരിതം കൂടി വന്നു ചേരും എന്നാണ് ഭഗവാൻ പറഞ്ഞതിൻ്റെ സൂചന. ഇത്യച്യുതേന വിഹിതം വ്രജാബല മത്വാവിവസ്ത്രാപ്ലവനം വ്രതച്യുതിം തൽപൂർത്തികാമാ തദശേഷകർമ്മണം സാക്ഷാത്കൃതം നേമുരവദ്യമൃഗ്യത. അച്യുതനായിട്ട് ശ്രീകൃഷ്ണനാൽ ഇതി അവിഹിതം ഇപ്രകാരം പറയപ്പെട്ടപ്പോൾ വ്രജാബല ഗോപബാലികമാര് വിവസ്ത്രാപ്ലവനം, അതായത് നഗ്നമായി വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നത് വ്രതച്യുതിം മത്വ, വ്രതഭംഗം വരുത്തും എന്ന് ചിന്തിച്ചിട്ട് തൽപൂർത്തികാമ, അതായത് വ്രതഭംഗം വരാൻ പാടില്ല, വ്രതത്തിന് ഫലം ഉദ്ദേശിച്ചിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തദശേഷകർമ്മണം സാക്ഷാത്കൃതം, അപ്രകാരമുള്ള കർമ്മങ്ങൾക്ക് മുഴുവൻ പ്രത്യക്ഷ ഫലസ്വരൂപനായ കൃഷ്ണനെ തന്നെ നീവു നമിച്ചു. യഥാ, എന്തുകൊണ്ടെന്നാൽ അവദ്യം, അദ്ദേഹം എല്ലാ ദോഷങ്ങൾക്കും നിവൃത്തി വരുത്തുന്നവനാകയാൽ തന്നെ. ആ ശ്ലോകമാണ് ഇവിടെ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരെന്താ ചെയ്ത്? ആ വരുണനോടോ അഗ്നിയോടോ മാപ്പ് പറയല്ല ചെയ്ത്. അവർക്കറിയാം ആ തങ്ങളുടെ നാഥനായിട്ടുള്ള കൃഷ്ണനുണ്ടല്ലോ ഇതിനെല്ലാം യജ്ഞങ്ങളിലും എല്ലാം ഫലം അനുഭവിക്കുന്ന, അല്ലെങ്കിൽ അതിനനുസരിച്ച ഫലം തരുന്നതിനായിട്ടുള്ള ആ സാക്ഷാത്കൃതം പ്രത്യക്ഷ ഫലസ്വരൂപനായിട്ടുള്ള കൃഷ്ണനാണ് തങ്ങളുടെ നാഥൻ എന്നറിയാം. ഭഗവാന്റെ ആ പരിപൂർണ ഭാവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഗോപികമാര് എന്ത് ചെയ്തു? കൃഷ്ണനെ നമസ്കരിച്ചു വെച്ചാൽ തങ്ങളുടെ ഈ വ്രതഛിദ്രങ്ങളെല്ലാം നശിക്കും, ആ വ്രതത്തിന് ആ ഫലപൂർത്തി ഉണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചത്. അതാണ് താസ്തഥാവനതാ ദൃഷ്ട്വാ ഭഗവാൻ ദേവകീസുത വാസാംസിതാഭ്യപ്രായച്ചൽ കരുണസ്തേന ദോഷിത. അവരെല്ലാവരും എന്ത് ചെയ്തു? രണ്ട് കൈകളും പൊക്കിയിട്ട് സാഷ്ടാംഗം ഭഗവാനെ കണ്ട് നമസ്കരിച്ചു. ആ കരുണ, അതായത് കാരുണ്യവാനായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ദേവകീപുത്രനായിട്ടുള്ള ശ്രീകൃഷ്ണൻ അപ്പോൾ തന്നെ അവനതാ താ ദൃഷ്ട, തൻ്റെ മുമ്പിൽ വീണ് വണങ്ങിയില്ല അവരെ കണ്ടിട്ട് തേന, അതിനാൽ തൃപ്തനായിട്ട് താഭ്യ വാസാംസി പ്രായച്ചൽ, അവർക്ക് അവരുടെ വസ്ത്രങ്ങളെല്ലാം തിരിച്ചു കൊടുത്തു.
ദൃഢം പ്രളബ്ധാ ത്രവയാ ച ഹാവിത പ്രസ്ഥോപിത ക്രീഡനവച്ചകാരിത വസ്ത്രാണി ചൈവാപഹൃതാന്യതാപ്യമും താനാഭ്യസൂയൻ സംഗനിർവൃത. അവര് ദൃഢം പ്രളബ്ധ വല്ലാണ്ട് അധിക്ഷേപിക്കപ്പെട്ടവരായി ഇല്ലേ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞില്ലേ. ത്രപയാ ഹാവിതാച ലജ്ജ കൊണ്ട് വേർപെടുത്തവരായി അവരോട് പ്രസ്ഥോപിത നന്നായി പരിഹസിപ്പിക്കപ്പെട്ടു. ഒരു ക്രീഡനവൽക്കാരിതാച വെറും കളിപ്പാവകളെ പോലെ ആക്കി കളിപ്പിച്ചു ഭഗവാൻ എന്ന് പറയാണ്. എന്നിട്ടോ വസ്ത്രാണി അപഹൃതാനി ഏവച വസ്ത്രങ്ങൾ മുഴുവൻ അപഹരിക്കുകയും ചെയ്തു ഭഗവാൻ. അഥാപി എങ്ങനെയൊക്കെ ആണെങ്കിലും പ്രിയസംഗ നിർവൃത തങ്ങളുടെ ആ പ്രിയനോടുള്ള സംഘത്താൽ പരമാനന്ദ അനുഭവിച്ച താ ആമും ന അഭ്യസൂയൻ അവര് അദ്ദേഹത്തെ ഒരു അപരാധിയായിട്ട് കരുതിയില്ല. അവർക്ക് എല്ലാവർക്കും ആ ഭഗവാനെ പ്രാപിക്കണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടുണ്ടല്ലോ ആ പ്രേമാധിക്യം കൊണ്ട് അവർ ആനന്ദ നിർവൃതകളായി എന്നല്ലാണ്ട് അവർക്ക് ആർക്കും ഭഗവാന്റെ ഒരു കുറ്റം കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാണ് നേരത്തെ പറഞ്ഞില്ലേ അവർ ആ 15ാം ശ്ലോകത്തിൽ ധർമ്മജ്ഞ എന്നെ ഭഗവാനെ സംബോധന ചെയ്തിട്ടുണ്ട്. അവർക്കറിയാം ഭഗവാൻ ധർമ്മം തെറ്റി നടക്കില്ല, ധർമ്മം അറിയുന്ന ആളാണെന്നുള്ളത്. അതുകൊണ്ടാണ് നഗ്നരായി സ്നാനം ചെയ്യണത് ഈ ധർമ്മവിലോപമാണെന്ന് ഉപദേശിച്ച ആ വിശേഷണം അന്വർത്ഥമാക്കി തീർത്തത് എന്നൊക്കെ അവർക്കറിയാം. പരിധായ സ്വവാസാംസി പ്രേഷ്ടസംഗമസജ്ജിത ഗൃഹീതചിത്താ നോചേലു തസ്മിൻ ലജ്ജായിലേക്ഷണ അസാം വിജ്ഞായ ഭഗവാൻ സ്വപാദസ്പർശ കാമ്യയാ ധൃതവ്രതാനം സങ്കൽപ്പം ആഹദാമോദരോബല സങ്കൽപ്പോ വിദിത സാധ്യോ ഭവതീനം മദർശനം മയാനുമോദിത സോസൗ സദ്യോ ഭവിതുമർഹതി. അവർ വേഗം ചെന്നു ഭഗവാൻ അവർക്ക് ആ സ്നേഹത്തോടുകൂടി ആ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. അവർ ആ വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ടോ ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിട്ടുള്ള ഭഗവാന്റെ സാമീപ്യം കൊണ്ട് അതിൽ ആകൃഷ്ടകളായിട്ട് അദ്ദേഹത്തെ വശീകരിക്കപ്പെട്ട ചിത്തത്തോട് കൂടിയിട്ടുള്ളവരായിട്ടാൽ അവരും എന്താണ് പ്രേഷ്ട സംഗമ സജ്ജിത ഗൃഹീത ചിത്താനോ ചേലു തസ്മിൻ ലജ്ജായി രക്ഷണ. അവരങ്ങനെ ആ എന്താ ചെയ്യേണ്ട ദിശയിലാണ് ലജ്ജാഭാവത്തോടുകൂടി ഭഗവാനെ തന്നെ നോക്കി നിന്നാലാണ് അവർ ആ വസ്ത്രം ധരിച്ചിട്ട് അവർക്ക് പോവാനോ ഒന്നും തോന്നിയില്ല. അവരവിടെ അങ്ങനെ കാല് ഒരു അടി മുമ്പ് പിന്നാക്കം വെക്കേണ്ട അവിടെ തന്നെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു എന്ന് പറയാണ്. അപ്പം അവരുടെ വ്രതോദ്ദേശം എന്താണെന്ന് ഭഗവാൻ അറിയാം. എന്താണ് തൻ്റെ പാദസ്പർശം ആണ് അവർക്ക് ആഗ്രഹം എന്ന് മനസ്സിലായിട്ട് ഭഗവാൻ അവരോട് പറഞ്ഞു, സാത്വികളെ ആണ് വിളിക്കുന്നത്, നിങ്ങളെ എന്നെ ഭർത്തൃഭാവത്തിൽ പൂജിപ്പാൻ ലഭിക്കാനാണ് ഈ ഇങ്ങനെയുള്ള വ്രതങ്ങളെല്ലാം അനുഷ്ഠിച്ചതെന്ന് എനിക്കിതാ മനസ്സിലായി. അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അനുമോദിത അംഗീകരിച്ചിരിക്കുന്നു പറയാണ്. അതിനെ സഫലമാക്കുന്നതുമാണ്. അതിന് തീർച്ചയായിട്ടും അസൗ സത്യോ ഭവിതും അത് വേണ്ട രീതിയിൽ അതിന് ഫലം ലഭിക്കുകയും ചെയ്യും. മയ്യ ആവേശിതതി യം കാമ കാമായ കൽപ്പതേ വർജിത കൊതിരാധാന പ്രായോ ബീജായ നേശതേ യാതാബലാവ്രജം സിദ്ധ മയേമാരംസ്യദക്ഷവ യദുദ്ദിശ്യവ്രതമിതം ചേരുരാര്യാർച്ചനം സതി. നോക്കൂ, എനിക്കറിയാം നിങ്ങൾക്ക് എന്നിലുണ്ടായുള്ള വികാരം എന്താണ് കാമം എന്നുള്ളതാണ്. പക്ഷേ ആ കാമം എന്നുള്ളത് നിങ്ങൾ ആത്മസമർപ്പണത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അത് എങ്ങനെയാണ് അത് പുരുഷാർത്ഥലബ്ധിക്കല്ല എന്ന് പറയുകയാണ്. കാരണം എന്തുകൊണ്ട് അത് എന്നെ പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ്. ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വറുത്തിട്ടുള്ളതോ അല്ലെങ്കിൽ വേവിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള വിത്തുണ്ടല്ലോ അത് പിന്നെ മുളക്കില്ല. അത് മാതിരിയാണ് ബീജായ നേശരേ. അതുമാതിരി കാമായ കൽപ്പത അത് വെറും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എന്നെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവമാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും വ്രജത്തിലേക്ക് മടങ്ങിപ്പോക്കോളൂ. അടുത്ത് തന്നെ വരുന്ന ശരൽക്കാല രാത്രികളിൽ ഞാൻ നിങ്ങളോടൊത്ത് ചേരുന്നതാണ്. നിങ്ങളുടെ ഈ കാർത്യായനി വ്രതത്തിൻ്റെ ഉദ്ദേശം അതുതന്നെയല്ലേ, അതിന് ഫലപ്രാപ്തി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ അതിനെ അനുഗ്രഹിക്കുകയാണ്. ഇങ്ങനെ ഭഗവാൻ അനുഗ്രഹിക്കപ്പെട്ടിട്ട് അവർ തിരിച്ചു പോവാണ്. ശ്രീസുഗൗവാച ഇത്യാദിഷ്ടാ ഭഗവതാ ലബ്ധകാമാ കുമാരിക യായന്ത്യ തൽപദാംഭോജം കൃച്ഛ്രാൽ നിർവിവിശുർവ്രജം. ഇങ്ങനെ ഭഗവാനാൽ പറയപ്പെട്ട അവരുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായി. അവർക്ക് എന്തായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കണമെന്നായിരുന്നു. അത് കിട്ടി. തരും ചെയ്യും, അധികം വൈകാണ്ട് ലഭിക്കും നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. ഭഗവാന്റെ സംഘം അത് അടുത്ത് കുറേ നേരം കഴിയാനും പറ്റി. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഭഗവത് പാദ പത്മങ്ങളെ തന്നെ ധ്യാനിച്ചുകൊണ്ട്
ആ മനപ്രയാസത്തോടെ അവർ ഗോകുലത്തിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോയി എന്ന് പറയുകയാണ്. അതിനുശേഷം അത ഗോപൈ പരിവൃതോ ഭഗവൻ ദേവകീസുത വൃന്ദാവനൽഗതോ ദൂരം ചരയൻ ഗാസഹാഗ്രജ നിദാഹാർക്കാതവേ തിഗ്മേ ഛായാവിശ്വാഭിരാത്മന ആദവത്രായി തൻവീഹ്യ ദ്രുമാനാഹ വ്രജൗഗസ. അങ്ങനെ ഭഗവാൻ ആ ഗോപക്കുട്ടികളോടും ഏട്ടനോടൊക്കെ ചേർന്ന് പശുക്കളെ മേച്ചുകൊണ്ട് അങ്ങനെ വൃന്ദാവനത്തിലൂടെ പ്രദൂരം അങ്ങനെ പോയി. അപ്പോഴേക്കും നല്ല ആ വേനൽക്കാലത്ത് അതികഠിനായുള്ള വെയിലത്ത് ആ വൃക്ഷങ്ങളുണ്ടല്ലോ, ആ വൃക്ഷങ്ങളെ നോക്കിയിട്ട് പറയുകയാണ് ആ വൃക്ഷങ്ങൾ എങ്ങനെയാണ് തണൽ നൽകിക്കൊണ്ട് യാത്രക്കാർക്ക് ഒരു കുടയായിട്ട് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വൃക്ഷങ്ങളെ നോക്കിയിട്ടാണ് ഭഗവാൻ തങ്ങളുടെ കൂട്ടുകാരോട് പറയുകയാണ്, ഹേ സ്തോകകൃഷ്ണ ഹേ ഹംസോ ശ്രീരാമൻ സുബലാർജുന വിശാല ഋഷഭ തേജസ്വിൻ ദേവപ്രസ്ഥവരൂധവ പശ്യതൈതൻ മഹാഭാഗൻ പരാർത്ഥൈകാന്തജീവിതാൻ വാദവർഷാദവഹിമൻ സഹന്തോ വാരയന്തിന. അതായത് നോക്കൂ, ചങ്ങാതിമാരെ വിളിക്കുകയാണ്, ഹേ തോകകൃഷ്ണ, ഹേ ഹംസ, ശ്രീരാമാവേ, സുബല, അർജുന, വിശാല ഋഷഭ, തേജസ്വിൻ, ദേവപ്രസ, ഇങ്ങനെ ഭഗവാന്റെ ഓരോ വരൂധവ, ഇങ്ങനെ ഓരോരുത്തരിതില്ലേ അവരെ ഓരോരുത്തരെ പേര് വിളിച്ച് പറയുകയാണ്. എന്താണ് നോക്കൂ, ഈ പരോപകാരത്തിനായിട്ട് മാത്രം ജീവിക്കുന്ന ഈ വൃക്ഷങ്ങള് പരാർത്ഥൈകാന്ത ജീവിതാൻ മഹാഭാഗ്യശാലികളായിട്ടുള്ള ഏതാൻ ഈ വൃക്ഷങ്ങളെ പശ്യത കണ്ടാലും എന്ന് പറയാണ്. വാദവർഷ ആദവഹിമാൻ, കാറ്റ്, മഴ, വെയില്, മഞ്ഞ്, ഇതെല്ലാം സഹന്ത സ്വയം സഹിച്ചുകൊണ്ട് വാരയന്തി നമ്മളെ അതിൽ നിന്നെല്ലാം രക്ഷിക്കുന്നു. ആര്? ഈ വൃക്ഷങ്ങള്. അഹോ യേഷം വരം ജന്മ സർവപ്രാണ്യുപജീവനം സുജനസ്യേവ യേഷം വൈ വിമുഖായാന്തി നാർത്ഥിന. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ എത്ര ഈ വൃക്ഷങ്ങളുടെ ഇതിൽ എത്ര ശ്രേഷ്ഠമായിട്ടെന്ന് ആലോചിച്ച് നോക്കൂ. സർവപ്രാണ്യുപജീവൻ, ഇങ്ങനെ എല്ലാ ജീവജാലങ്ങൾക്കും ഉപജീവനത്തിന് അനിവാര്യമായ യേഷാം ജന്മ, ഇവയുടെ ഈ ജനനം അല്ലെങ്കിൽ ഇവരുടെ ജന്മം എന്നുള്ളതുണ്ടല്ലോ, അഹോ ആശ്ചര്യകരം തന്നെയാണ്. വരം വളരെ ശ്രേഷ്ഠവുമാണ്. ഏതുമാതിരി സജ്ജനങ്ങളെ സമീപിക്കുന്ന അർത്ഥിന ഇവ യാചകന്മാരെ പോലെ യേഷാം വൈ ഇവരുടെ സമീപത്ത് വരുന്ന എല്ലാവരും വിമുഖാതയ, അവരാരും വൈമുഖ്യത്തോടെ മടങ്ങിപ്പോകില്ല. അവർക്ക് എന്താ വേണ്ടച്ചാൽ ആ തങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവർക്കും കൊടുക്കുന്ന മാതിരി സജ്ജനങ്ങൾ എങ്ങനെ ചെയ്യുന്നു അതുമാതിരി തന്നെയാണ് ഈ വൃക്ഷങ്ങളും എന്ന് പറയുകയാണ്. പത്രപുഷ്പഫലച്ഛായ മൂലവൽക്കലദാരുഹി ഗന്ധനിര്യാസഭസ്മാസ്ഥി ത്വമയി കാമാൻവിതന്വരേ. ആ നല്ല ഇലകള്, പുഷ്പങ്ങള്, കായ, തണല്, കിഴങ്ങ്, മരവുരി, കാതല്, ഇങ്ങനെ എന്തൊക്കെ വൃക്ഷങ്ങൾ നമുക്ക് ലഭിക്കും ഇല്ലേ? പിന്നെയോ എന്ന് മാത്രമല്ല നല്ല സുഗന്ധമുള്ളത് പശ, വെണ്ണീര്, തളി എല്ലാം ആഗ്രഹങ്ങളെ മുഴുവൻ അവർ നമുക്ക് ചെയ്തു തരുന്നു എന്ന് പറയുകയാണ്. ഏതാവത് ജന്മസാവല്യം ദേഹിനാമിക ദേഹിരു പ്രാണൈരർത്ഥൈർദിയാവാച ശ്രേയ ഏവാചരേൽ സദാ. ഈ വൃക്ഷങ്ങളെ പോലെ ആവണം എന്ന് പറയാണ്. എന്താ നമ്മള് പ്രാണൈ അർത്ഥ പ്രാണനെ കൊണ്ടും ധനം കൊണ്ടും ദിയാ മനസ്സുകൊണ്ടും വാച വാക്കുകൊണ്ടും ദേഹിഷു എല്ലാ ജീവജാലങ്ങളിലും സദാ ശ്രേയ ഏവാചരയിൽ നമ്മളും എപ്പോഴും നന്മയെ മാത്രം ലക്ഷ്യമാക്കി പ്രവർത്തിക്കണം. ഇത്രയുമായാൽ ഈ ലോകത്തിൽ ദേഹിനാം ശരീരികൾക്ക് ജന്മസാവല്യം ലഭ്യമാകുന്ന ഈ വൃക്ഷങ്ങളെ നോക്കി പഠിക്കണം എന്നാണ് ഭഗവാൻ പറയണത്. ഇതി പ്രവാളസ്തവക ഫലപുഷ്പദളുൽക്കരൈ തരൂണം നമ്രശാഖാനാം മധ്യേന യമുനംഗത. ഇങ്ങനെ ആ വൃക്ഷങ്ങളെയൊക്കെ പൂർത്തി പറഞ്ഞുകൊണ്ട് ഭഗവാൻ അതിൻ്റെയൊക്കെ ഇടങ്ങളുടെ കൂടെ യമുനാതീരത്തേക്കാണ് യാത്ര ചെയ്യും. തത്ര ഗാപായയിത്വാവ സുമൃഷ്ടാ ശീതളാ ശിവ തതോ നൃപസ്വയം ഗോവാ കാമം സ്വാദുപുർജലം തസ്യാ ഉപവനേ കാമം ചാരയന്ത പശുൻ നൃപ കൃഷ്ണരാമാവുപാഗമ്യ സുധാർത്ത ഇതാമബ്രുവൻ. അതിനുശേഷം അവർ ആ വൃന്ദാവനത്തിലേക്കാണ് ചെന്നു, ആ യമുനാതീരത്തേക്കാണ് ചെന്ന് അവിടെ ചെന്നിട്ട് പശുക്കളെയൊക്കെ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തെ കൊണ്ട് കഴുകി അവരൊക്കെ ജലം ധാരാളം കുടിപ്പിച്ചു. അവരും ധാരാളം വെള്ളം കുടിച്ച് വീണ്ടും കാട്ടിലേക്ക് വന്നു. അപ്പോഴൊക്കെയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് നല്ല ഗോപന്മാർക്ക് വിശന്ന് വലയാൻ തുടങ്ങിയെന്ന് പറയുകയാണ്. അവർ ആ രാമനെയും കൃഷ്ണനെയും സമീപിച്ചിട്ട് അവരുടെ അവശത അങ്ങനെ വിവരിച്ച് പറയുകയാണ്. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ഗോപീവസ്ത്രാപഹാരോ നാമ
ദ്വാവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.